ഇന്ന് നമ്മൾ നോക്കുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻസിലേക്ക് വേണ്ടുന്ന ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഈ മാതൃഭൂമി തൊഴിൽ വാർത്താ സപ്ലിമെൻറ്റിൽ വന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് മീഡിയം ദ സൗണ്ട് ഹാസ് മാക്സിമം സ്പീഡ്? ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഹീലിയം, സ്റ്റീൽ, അലുമിനിയം, സീ വാട്ടർ. ഈ കൂട്ടത്തിൽ അലുമിനിയത്തിനാണ് സൗണ്ടിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത്. The speed of sound is different in different medium. When the temperature of the medium changes, the speed of sound through it also changes. എല്ലാ മീഡിയത്തിലും ഒരേപോലെയല്ല സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ when the temperature of the medium changes, the speed of the sound through it also changes. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് സൗണ്ടിൻ്റെ സ്പീഡും മാറുന്നുണ്ട്. As the temperature increases, the speed of the sound increases. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സ്പീഡ് ഓഫ് ദ സൗണ്ട് കൂടുന്നു. സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ അലുമിനിയം ഈസ് 6423 meter per second and in steel it is 5944 meter per second. സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൽ എത്രയാണ്? 6423 meter per second ആണ്. സ്റ്റീലിൻ്റെ കേസിൽ വരുമ്പോൾ അത് 5944 meter per second ആണ്. The speed of sound is more in sea water than the pure water. ഇനി സീ വാട്ടറും പ്യുവർ വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സൗണ്ടിൻ്റെ സ്പീഡ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? സീ വാട്ടറിലാണ്. സൗണ്ട് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 1525 meter per second in sea water and 1485 meter per second in pure water. സീ വാട്ടറിലെ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1525 meter per second ആണ്. അതേപോലെ പ്യുവർ വാട്ടറിലെ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1485 meter per second ആണ്. The speed of the sound in helium is 968 meter per second. ഓരോ മീഡിയത്തിലെ കാര്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹീലിയത്തിൽ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 968 meter per second ആണ്. അതേപോലെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയറിൽ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 347 meter per second ആണ്. സൗണ്ട് ക്യാൻ ട്രാവൽ നോട്ട് ഓൺലി ത്രൂ ഗ്യാസസ് ബട്ട് ഓൾസോ ത്രൂ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. ഗ്യാസിലൂടെ മാത്രമല്ല, ലിക്വിഡ്സിലും സോളിഡ്സിലും കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസിൽ മനസ്സിലായി. സൗണ്ട് നീഡ്സ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മീഡിയം ഉള്ളിടത്ത് മാത്രമേ സൗണ്ട് ട്രാവൽ ചെയ്യുള്ളൂ. മീഡിയം ഇല്ലാത്തിടത്ത് സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ സോളിഡായിട്ടോ ലിക്വിഡായിട്ടോ ഗ്യാസ് ആയിട്ടോ ഏതെങ്കിലും ഒരു മീഡിയം സൗണ്ടിന് ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേക്ക് യൂട്ടിലൈസസ് സൗണ്ട് ട്രാൻസ്മിഷൻ ത്രൂ ദ ഫ്ലോർ ഫോർ ക്യാച്ചിങ് പ്രേ ആൻഡ് സെൽഫ് ഡിഫെൻസ്. ഈ പാമ്പുകൾക്ക് എങ്ങനെയാണ് ഒരു ഇരേനെ പിടിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഈ ഫ്ലോറിൽ കൂടെയുള്ള സൗണ്ട് ട്രാൻസ്മിഷൻ ക്യാപ്ചർ ചെയ്തിട്ടാണ്. അക്വാറ്റിക് അനിമൽസ് സച്ച് ആസ് ഡോൾഫിൻസ് ആൻഡ് വെയിൽ കമ്മ്യൂണിക്കേറ്റ് ബൈ സൗണ്ട് ട്രാൻസ്മിഷൻ ത്രൂ സീ വാട്ടർ. അപ്പോൾ ഈ കടലിലുള്ള വാട്ടർ അനിമൽസിനൊക്കെ എങ്ങനെയാണ് ഈ സൗണ്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സൗണ്ട് ട്രാൻസ്മിഷൻ ത്രൂ സീ വേവ്സ്. വാട്ടറിലെ കൂടെയുള്ള സൗണ്ട് ട്രാൻസ്മിഷനിലൂടെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആസ്ട്രോനോട്ട്സ് യൂസ് എ റേഡിയോ സിസ്റ്റം ടു ടോക്ക് ടു ഈച്ച് അതർ ബിക്കോസ് ദ സൗണ്ട് ഡസ് നോട്ട് ട്രാവൽ ഇൻ വാക്വം. നമ്മളിപ്പോൾ പറഞ്ഞു സൗണ്ടിന് എന്തായാലും ഒരു മീഡിയം വേണം. ഗ്യാസ് ആയിട്ടോ സോളിഡായിട്ടോ ലിക്വിഡായിട്ടോ ഒരു മീഡിയം ആവശ്യമാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്പേസിൽ പോയി കഴിഞ്ഞാൽ ആസ്ട്രോനോട്ട്സിന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ എന്ത് യൂസ് ചെയ്യുന്നു പറഞ്ഞു? റേഡിയോ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which law states that the current through a conductor is directly proportional to the potential difference across the conductor when the temperature is constant? അതായത് ഏത് ലോ ആണ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിലെ കൂടെ പോകുന്ന കറണ്ട് അതിൻ്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓംസ് ലോ. വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ് ഓംസ് ലോ അല്ലേ. The relation between potential difference and current in a circuit was formulated by the scientist George Simon Ohm. ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ കറണ്ടും ഇലക്ട്രിക് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഒരു റിലേഷൻ സ്റ്റേറ്റ് ചെയ്തത്.
He realized that the system in a circuit varies as the temperature varies. അതായത് ഈ റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ ടെമ്പറേച്ചർ മാറ്റുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്തിന് വേരിയേഷൻ സംഭവിക്കുന്നുണ്ടെന്ന് ഓം മനസ്സിലാക്കി. റെസിസ്റ്റൻസിന് വേരിയേഷൻ സംഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? ഓമാണ്. അത് ഈ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ദ ഗ്രീക്ക് ആൽഫബറ്റ് ഒമേഗ ഈസ് ദ സിംബൽ ഓഫ് ഓം. ഒമേഗ എന്ന് പറഞ്ഞ സിംബലിനെ കൊണ്ടാണ് നമ്മൾ ഏത് ഡിനോട്ട് ചെയ്യുന്നത്? ഓം എന്ന് പറയുന്ന യൂണിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഏത് ആൽഫബറ്റാണ്? ഗ്രീക്ക് ആൽഫബറ്റാണ്. ദ റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്ലോവിനെ എന്ത് ചെയ്യാൻ? ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ കറണ്ടിൻ്റെ ഫ്ലോവിനെ ഒന്ന് ഒപ്പോസ് ചെയ്യുന്നത്. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് വോൾട്ട് പെർ ആംപിയർ ഈസ് നോൺ ആസ് ഓം. അപ്പോൾ ഓം എന്ന് പറയുന്ന ലെറ്റർ ഒമേഗ, ഗ്രീക്ക് ലെറ്റർ ഒമേഗ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒമേഗ അല്ലെങ്കിൽ ഓം, 1 ഓം എന്ന് പറയുന്നത് വോൾട്ട് പെർ ആംപിയർ ആണ്. 1 വോൾട്ട് പെർ 1 ആംപിയർ. അപ്പോൾ ലാർജർ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ഓം, മെഗാ ഓം എന്ന് പറഞ്ഞ ലാർജർ യൂണിറ്റ്സ് നമ്മൾ എന്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കലുണ്ട്? റെസിസ്റ്റൻസ് അല്ലേ? പി പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പോൾ അതിൽ റെസിസ്റ്റൻസ് അല്ലേ മെഷർ ചെയ്യുന്നത്? വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ഡയറക്ട്ലി? മൾട്ടിമീറ്റർ ആണ് ഒരു കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട് ക്യാൻ ഓൾസോ ബി മെഷേർഡ് യൂസിങ് എ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് റെസിസ്റ്റൻസ് മാത്രമല്ല കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ല കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിൽ റീഡിങ് ഡിജിറ്റലായിട്ട് കാണിക്കും. കണ്ടക്ടേഴ്സ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ സർട്ടൻ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ആർ കോൾഡ് റെസിസ്റ്റേഴ്സ്. അതായത് ഒരു സർക്യൂട്ടിൽ നമുക്ക് ഇത്ര റെസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻ്റാണ് ഏത്? റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റേഴ്സ് ഓഫ് വേരിയസ് വാല്യൂസ് ആർ അവൈലബിൾ ഇൻ മാർക്കറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതുപോലെ തന്നെ പല വാല്യൂസിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. Their values may be marked on resistor or indicated by the color codes. ഡയറക്റ്റായിട്ട് വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ചില റെസിസ്റ്റേഴ്സിൽ. അത് കളർ കോഡ്സ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ആസ് ദ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കണ്ടക്ടറിലെ എലമെൻ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടറുമാണ്. അതായത് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും. അതായത് ഒരു തിക്നെസ് കൂടിയ ഒരു വയറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും എന്നാണ് പറയുന്നത്. തിക്നെസ് കുറഞ്ഞ നേരിയ കമ്പിയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ദ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് മെഷേർഡ് യൂസിങ് ഡിവൈസ് കോൾഡ് അമ്മീറ്റർ. കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇത് അമ്മീറ്റർ എന്ന് പറയുന്നത്. When current flows through a conductor, electron flows from negative terminal to positive terminal of the current source. ഇപ്പം നമ്മളൊരു വയറിലെ കൂടെ ഒരു കണ്ടക്ടറിൻ്റെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് നെഗറ്റീവ് ടെർമിനലിന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് കൺസിഡർഡ് ടു ബി ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പക്ഷേ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് ദ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. എങ്ങോട്ടാണ്? പോസിറ്റീവിന് നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ കറണ്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അതെന്താണെന്ന് വെച്ചാൽ കറണ്ട് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇലക്ട്രിക് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ടൈമിൽ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജാണ് കറണ്ട്. എ ക്ലാമ്പ് അമ്മീറ്റർ ഹെൽപ്സ് ടു മെഷർ ദ കറണ്ട് ത്രൂ എ സർക്യൂട്ട് വിതൗട്ട് ബീങ് കണക്റ്റഡ് ടു ദ വയർ ഓർ ഡിവൈസ് ഇൻ ദ സർക്യൂട്ട്. അതായത്
സർക്യൂട്ടിൽ കണക്ട് ചെയ്യാതെ നമുക്ക് സർക്യൂട്ടിൻ്റെ അകത്തുള്ള കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാമ്പ് അമ്മീറ്റർ ഈസ് യൂസ് ടു മെഷർ ദ ഹൈ കറണ്ട് അസോസിയേറ്റഡ് വിത്ത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് ഹൈ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ടിന് എത്രയുണ്ട്, ആ കറണ്ടിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.